എല്ലാവർക്കും PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT പാഠഭാഗം അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കൈകാര്യം ചെയ്യുന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കരമാർഗ വ്യാപാരം ഇതുവഴിയായിരുന്നു നടന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഇതോടെ യൂറോപ്പുകാർക്ക് ഏഷ്യയിലേക്കുള്ള കരമാർഗ വ്യാപാരം തടസ്സപ്പെട്ടതോടുകൂടി യൂറോപ്യന്മാർ ഇന്ത്യയിലേക്കുള്ള പുതിയ സമുദ്രപാതകൾ കണ്ടെത്താനായി പ്രേരിപ്പിച്ചു. അങ്ങനെ പുതിയ സമുദ്രപാത കണ്ടെത്താനായി അവരെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് നോക്കുന്നത്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും നേടിയ സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്രപരമായ അറിവിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ ഉപയോഗിച്ച കോമ്പസ് ഉപയോഗങ്ങൾ, ഭൂപട നിർമ്മാണത്തിലെ പുരോഗതി, സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ, പുതിയ പ്രദേശത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ വലിയ ആവശ്യകതയുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അവർ പുതിയ സമുദ്രപാത കണ്ടെത്താനായിട്ട് യൂറോപ്പെ സഹായിച്ചത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്പർ പോർച്ചുഗീസുകാരായിരുന്നു. 1498 പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി. അദ്ദേഹം കോഴിക്കോട് സമീപമുള്ള കാപ്പാട് എന്ന കടൽ തീരത്താണ് ഇറങ്ങിയത്. അങ്ങനെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്താനായി സഹായിച്ച യൂസ് ചെയ്ത അങ്ങനെയുള്ള 3 കപ്പലുകളുണ്ട്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. ഈ 3 കപ്പലുകളിലാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തുന്നത്. വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തുകയാണ്. വാസ്കോ ഡ ഗാമ എത്തിയ കാലത്ത് കോഴിക്കോട് ഭരിച്ചത് ടാമറിൻ ഓഫ് കാലിക്കറ്റ് അഥവാ കോഴിക്കോട് സാമൂതിരി ആയിരുന്നു. കോഴിക്കോട് വിദേശ വ്യാപാരത്തെ അന്ന് നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകാനായിട്ട് സാമൂതിരി ആദ്യമൊന്നും തയ്യാറായിരുന്നില്ല. തുടർന്ന് വാസ്കോ ഡ ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിന്റെ അടുത്ത് പോയി വ്യാപാരത്തിനുള്ള അനുമതി നേടുകയാണ് ചെയ്തത്. ആദ്യമൊന്നും പോർച്ചുഗീസുകാരായിട്ട് സാമൂതിരിമാർക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ എതിർത്ത് വന്ന ആളുകളാണ് കുഞ്ഞാലി മരയ്ക്കാർ. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തെ തുടർന്ന് ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരത്തെയും സംരക്ഷിച്ചവർ ആരാണ്? അത് കുഞ്ഞാലി മരയ്ക്കാർ ആണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്നത് എന്തായിരുന്നു? അതൊരു സ്ഥാനപ്പേരാണ്. ഓക്കെ, കുഞ്ഞാലി മരയ്ക്കാർ എന്ന സ്ഥാനം അലങ്കരിച്ച എത്ര പേരുണ്ട്? 4 പേരാണുള്ളത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്ത കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? ഇത് മുൻ PYQ ആയി ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്ത കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ 3ാമൻ ആണ്. കുഞ്ഞാലി മരയ്ക്കാർ 4ാമനെ എവിടെ വെച്ചാണ് പോർച്ചുഗീസുകാർ വധിച്ചത്? ഉത്തരം ഗോവയിൽ വെച്ചാണ് വധിച്ചത്. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ പതനത്തിന് ശേഷം ആരുടെ അധപതനമാണ് ആരംഭിച്ചത്? കുഞ്ഞാലി മരയ്ക്കാർ സാമൂതിരിയുടെ കീഴിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ പതനം ആരംഭിച്ചു. സാമൂതിരിയുടെ നാവികസേനയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. പോർച്ചുഗീസുകാർക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിരോധം നടത്തിയവർ ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാർമാർ ആയിരുന്നു. സാമൂതിരിയുടെ നാവികശക്തിയുടെ പ്രധാന ആധാരം ആയിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് എതിരെ പോരാടിയ പ്രശസ്ത നാവിക നേതാക്കൾ ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ ആയിരുന്നു. പോർച്ചുഗീസുകാരുമായി ഉണ്ടായ ബന്ധത്തിന്റെ ഫലമായി മലയാളത്തിലേക്ക് വന്ന ചില പദങ്ങൾ ഏതെല്ലാമാണ്? മേശ, അലമാര, ജനൽ, ചാക്ക്, കസേര, വാതിൽ, പേന എന്നിവയാണ്. കശുമാവ് അഥവാ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയവർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? അത് മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ആ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചിയിലാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആധിപത്യം സ്ഥാപിച്ച പ്രധാന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു തുടങ്ങിയ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ച യൂറോപ്യർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങളുടെ പ്രചരണത്തിന് കാരണമായ യൂറോപ്യർ ആരാണ്? അതും പോർച്ചുഗീസുകാർ തന്നെയാണ്.
ഇന്ത്യയിൽ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കാരണമായത് ആരുടെ വരവോടെയാണ്? പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയവർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ പിന്നാലെ ഇന്ത്യയിലേക്ക് വന്നവരായിരുന്നു ഡച്ച് വിഭാഗം. ആ ഡച്ചുകാരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡച്ചുകാർ ഏത് യൂറോപ്യൻ രാജ്യത്തു നിന്നാണ് വന്നത്? ഇന്ത്യയിലെത്തിയത് ഏത് യൂറോപ്യൻ രാജ്യത്തു നിന്നാണ്? ഹോളണ്ട് അഥവാ നെതർലാൻഡിൽ വെച്ചാണ്. നെതർലാൻഡിൽ നിന്നാണ്. ഇന്ത്യയിൽ ഡച്ചുകാർ സ്ഥാപിച്ച പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതാ? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻഫുര തുടങ്ങിയ പ്രദേശങ്ങളാണ്. വ്യാപാര മത്സരത്തിൽ ഡച്ചുകാർ പ്രധാനമായും ഏത് യൂറോപ്യൻ ശക്തിയെയാണ് തോൽപ്പിച്ചത്? പോർച്ചുഗീസുകാരെയാണ് തോൽപ്പിച്ചത്. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? 1741. കുളച്ചൽ യുദ്ധം നടന്ന സ്ഥലം എവിടെയാണ്? കുളച്ചൽ സ്ഥിതിചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിക്ക് സമീപം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച രാജാവ് ആരായിരുന്നു? ഉത്തരം മാർത്താണ്ഡവർമ്മയായിരുന്നു. മാർത്താണ്ഡവർമ്മയായിരുന്നു ഡച്ചുകാരെ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഭരണാധികാരി യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച ആദ്യ യുദ്ധം ഏതാണ് എന്നാണ് അറിയപ്പെടുന്നത്? കുളച്ചൽ യുദ്ധമാണ്. 1741 മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യത്തെ തോൽപ്പിച്ച യുദ്ധമാണത്. കുളച്ചൽ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ഇന്ത്യയിൽ ആധിപത്യം നഷ്ടപ്പെട്ടവർ ആരാണ്? ഡച്ചുകാരാണ്. കുളച്ചൽ യുദ്ധത്തിലെ പരാജയ ശേഷമാണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെടുന്നത്. ഡച്ചുകാർ നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. അത് ഒരു പ്രശസ്ത ഗ്രന്ഥമാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പ്രശസ്ത ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന സസ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 742 സസ്യങ്ങളാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം വഹിച്ച ഡച്ച് ഗവർണർ ആരാണ്? ഹെൻട്രിക് വാൻ റീഡ് ആണ്. ഹെൻട്രിക് വാൻ റീഡ് ആണ്. ഈ ഗ്രന്ഥത്തിന്റെ തയ്യാറെടുപ്പിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? അത് E.T. അച്യുതൻ ആയിരുന്നു. ഗ്രന്ഥത്തിന്റെ തയ്യാറെടുപ്പിൽ പങ്കെടുത്ത മറ്റ് പണ്ഡിതന്മാർ ആരെല്ലാമാണ്? അപ്പുഭട്ട്, വിനായക ഭട്ട്, രംഗഭട്ട്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട് എന്നിവരാണ്. മലയാളം അക്ഷരങ്ങൾ അച്ചടിച്ചതിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം ആദ്യമായിട്ട് അച്ചടി പ്രത്യക്ഷപ്പെട്ട ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിൽ എത്തിയ യൂറോപ്പർ ആരാണ്? അത് ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി തുടങ്ങിയവയാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് പ്രദേശം ഏത് സംസ്ഥാനത്തിലെ ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? അത് തമിഴ്നാട്ടിലെ ചില പ്രദേശം, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങൾ എന്നിവയാണ് കർണാട്ടിക് ഭാഗങ്ങൾ. എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് ആകെ നടന്നത്? ആകെ എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്? ഉത്തരം 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ആകെ നടന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? 1600കളിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ജഹാംഗീറിന്റെ അനുമതി നേടിയവർ ആരാണ്? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ വ്യാപാര കേന്ദ്രം എവിടെയാണ്? അത് സൂറത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം ഇന്ത്യയിൽ വന്നത് സൂറത്തിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസിൽ ഫാക്ടറി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1639ലാണ്.
ബോംബെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് എങ്ങനെയായിരുന്നു? പോർച്ചുഗീസ് രാജകുമാരി കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ചതാണ് ബോംബെ എന്ന് പറയുന്ന പ്രദേശം. സുതനുതി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ ഗ്രാമങ്ങൾ ചേർന്ന് രൂപം കൊണ്ട നഗരം ഏതാണ്? അത് കൊൽക്കത്തയാണ്. കൽക്കട്ട അഥവാ കൊൽക്കത്തയാണ്. കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണിത കോട്ട ഏതാണ്? അത് ഫോർട്ട് വില്യം കോട്ടയാണ്. ഇതെല്ലാം SCERTയിലെ പാഠപുസ്തകങ്ങൾ ബോക്സ് ടൈപ്പിൽ ഉള്ള ചോദ്യ ഉത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? അത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757 പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിൽ തോറ്റ ബംഗാളിലെ നവാബ് ആരാണ്? സിറാജ് ഉദ് ദൗള ആണ്. പ്ലാസി യുദ്ധത്തിൽ തോറ്റ ബംഗാളിലെ നവാബ് ആരാണ്? സിറാജുദ് ദൗള. പ്ലാസി യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബക്സാർ യുദ്ധം 1764 നടന്നത്. 1764. ബക്സാർ യുദ്ധത്തിന് ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് പ്രദേശത്തിലെ നികുതി പിരിവ് അവകാശമാണ് നേടിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ അഥവാ ഒഡീഷ. ബക്സാർ യുദ്ധം നടന്ന സ്ഥലം ഏതാണ്? ഇന്നത്തെ ബീഹാർ. ബക്സാർ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ബീഹാറിലാണ്. ബക്സാർ യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടത് ആരൊക്കെയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടത് മുഗൾ ചക്രവർത്തിയായ ഷാ ആലം സെക്കൻഡ്, അവധിലെ നവാബായ ഷുജാ ഉദ് ദൗള, ബംഗാൾ നവാബായ മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിടേണ്ടി വന്നത്. എനിക്ക് 2000 സൈന്യത്തെ തരിച്ചു തരൂ, എനിക്ക് 2000 സൈനികരെ അയച്ചു തരൂ, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നത് ആരെല്ലാം തമ്മിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ രാജ്യവും തമ്മിലായിരുന്നു. മൈസൂർ സേനയെ നയിച്ച ഭരണാധികൾ ആരൊക്കെയാണ്? ഹൈദരാലിയും ടിപ്പു സുൽത്താനും. ഹൈദരാലി അന്തരിച്ച വർഷം ഏതാണ്? 1782 ഹൈദരാലി അന്തരിച്ചത്. ഹൈദരാലിയുടെ മരണശേഷം മകനായ ടിപ്പു സുൽത്താൻ വീണ്ടും യുദ്ധം നടത്തുകയാണ്. അങ്ങനെ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട യുദ്ധമായിരുന്നു 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. ഇത് ധാരാളം എക്സാമുകളിൽ ചോദ്യമായി വന്നതാണ്. ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷം ഏത് രാജ്യമാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്? മൈസൂരായിരുന്നു ഇപ്പോൾ യുദ്ധം നടത്തിയിരുന്നത്, ആംഗ്ലോ മൈസൂർ യുദ്ധം. അതുകൊണ്ട് ടിപ്പു സുൽത്താന്റെ മരണശേഷം മൈസൂർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. നെക്സ്റ്റ്, ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ നടന്നത് ആരെല്ലാം തമ്മിലായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിലായിരുന്നു. മറാത്തരുടെ ശക്തി അവസാനിച്ചത് ഏത് യുദ്ധത്തിന് ശേഷമായിരുന്നു? 3ാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധശേഷം. ആംഗ്ലോ സിഖ് യുദ്ധങ്ങളുണ്ട്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമായിരുന്നു പഞ്ചാബ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതികൾ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ശാശ്വത ഭൂനികുതി സമ്പ്രദായം, പെർമനന്റ് സെറ്റിൽമെന്റ്, റേറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം തുടങ്ങിയവയായിരുന്നു നികുതി നയങ്ങൾ. ഒന്നാമത്തേത് ശാശ്വത ഭൂനികുതി സമ്പ്രദായം. നടപ്പിലാക്കിയത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവായിരുന്നു. നടപ്പിലാക്കിയ വർഷം 1793. ഈ സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളാണ്. ശാശ്വത ഭൂനികുതി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്താണ്? ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദാർമാർക്ക് നൽകി അവർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന രീതിയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നത്. റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയവർ ആരൊക്കെയാണ്? ഉത്തരം തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ്. റേറ്റ് വാരി സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? ഇത് 1820-കളിലാണ്. റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏത്?
ദക്ഷിണേന്ത്യ, ഡക്കാൻ തുടങ്ങിയ പ്രദേശത്താണ് റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. റേറ്റ് വാരി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി കണക്കാക്കി ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകരിൽ നിന്ന് നികുതി പിരിക്കുകയാണ് റേറ്റ് വാരി സമ്പ്രദായത്തിന്റെ പ്രത്യേകത. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഹോൾട്ട് മക്കൻസിയാണ്. മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച വർഷം ഏത്? 1822 മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? മധ്യ ഇന്ത്യ, ഉത്തരേന്ത്യ, പഞ്ചാബ് തുടങ്ങിയ പ്രദേശത്താണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മഹൽവാരി സമ്പ്രദായത്തിന്റെ സവിശേഷത എന്താണ്? ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി ഗ്രാമത്തിൽ നിന്ന് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു മഹൽവാരി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ നയങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കഴിഞ്ഞിട്ടില്ല, ബാക്കി ഭാഗം സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. PSCകളിൽ ഇപ്പോൾ SCERT ക്വസ്റ്റ്യൻസ് വളരെയധികം കടന്നു വരുന്നുണ്ട്. ഇതിൽ ഒരു പോയിന്റ്സ് പോലും നമ്മൾ മിസ് ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത്.